നമസ്കാരം. വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ശുഭവാർത്തയല്ല അറിയിക്കാനുള്ളത്, ദുരന്തത്തിന്റെ വാർത്തയാണ്. സംസ്ഥാനത്ത് കനത്ത മഴയിൽ പരക്കെ നാശനഷ്ടം. വയനാട്ടിൽ 2 ഉരുൾപൊട്ടൽ. ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 19 പേർ മണ്ണിനടിയിൽ നിന്നും ജീവനറ്റ നിലയിൽ, ചേതനറ്റ നിലയിൽ പുറത്തെടുത്തിരിക്കുന്നു. വയനാട് ജില്ലയിൽ മേപ്പാടി, മുണ്ടക്കൈ ടൗണിലും ചൂരൽമലയിലും ഉരുൾപൊട്ടിയിരിക്കുന്നു. ദുരന്തത്തിന്റെ വാർത്തയാണ്. ദുരന്തത്തിന്റെ വാർത്ത കേട്ടാണ് ഇന്ന് കേരളം ഉണർന്നത്. വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടിയ ആ ഒരു ദുരന്ത ചിത്രം, ഒരുപക്ഷെ സമാനതകൾ ഇല്ലാത്ത വൻ ദുരന്തത്തിനാണ് വയനാട് ജില്ല സാക്ഷ്യം വഹിച്ചത്. വലിയ ദുരന്തത്തിന്റെ വാർത്ത കേട്ടാണ് ഇന്ന് കേരളം ഉണർന്നത്. കനത്ത മഴയ്ക്കിടെ പുലർച്ചെ 2 മണിയോടെയാണ് മുണ്ടക്കൈ ടൗണിൽ ആദ്യം ഉരുൾപൊട്ടലുണ്ടായത്. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ 4 മണിയോടെ ചൂരൽമല സ്കൂളിന് സമീപം വീണ്ടും ഉരുൾപൊട്ടി. അതിനുശേഷം 1 മണിക്കൂർ മുമ്പ് 3ാമതും ഉരുൾപൊട്ടി. ഏതായാലും വയനാട് ജില്ല ദുരന്തത്തിന് ചിത്രമാവുകയാണ്. അതീവ ഗൗരവമാണ് വയനാട് ജില്ലയിലെ സ്ഥിതി. ഇതുവരെ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 19 പേർ മരണപ്പെട്ടതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം നിരവധി വീടുകൾ ഒഴുകിപ്പോയി, വാഹനങ്ങൾ മണ്ണിനടിയിലാണ്. ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ നേർചിത്രത്തിന് സാക്ഷ്യം വഹിക്കുന്നു വയനാട് ജില്ല. ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ വിലങ്ങാട് ഭാഗത്ത് പ്രദേശത്ത് ഉരുൾപൊട്ടിയിട്ടുണ്ട്. കക്കയം ഡാം തുറന്നു വിട്ടിട്ടുണ്ട്. ദുരന്തത്തിൻ്റെയും ചിത്രങ്ങൾ മാത്രമാണ് സംസ്ഥാന വ്യാപകമായി, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. വൈത്തിരി താലൂക്കിലെ വെള്ളരിമല വില്ലേജ് മേപ്പാടി പഞ്ചായത്തിലായിട്ടാണ് ഉരുൾപൊട്ടിയിട്ടുള്ളത്. ഏറ്റവും പുതിയ വിവരങ്ങൾ മേഘ നൽകും. ഒരുപക്ഷെ മേഘ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനിടയ്ക്ക് തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മരണസംഖ്യ ഇനിയും ഉയരും എന്നൊരു ആശങ്ക കൂടി പങ്കുവെക്കുന്നു. മേഘ, പറഞ്ഞോളൂ. ഇവിടെ 2015 നടന്ന പുത്തുമല ദുരന്തത്തിനേക്കാളും വളരെ ഭീകരത, വല്ലാത്ത അവസ്ഥ. അടുത്ത മാത്രം ഇത് നമ്മളെ സ്കൂളിൻ്റെ സൈഡിലുള്ള റോഡാണ്. റോഡിലൂടെയാണ് ആ വെള്ളം ഒഴുകുന്നത് കേട്ടോ. ഞാനിപ്പോൾ ലാസ്റ്റ് റെസ്ക്യൂ ടീം എത്തി. ഇതിനപ്പുറം ഇപ്പോൾ ഒരു ഉരുൾപൊട്ടിയിട്ടുള്ള സൗണ്ട് രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തിൽ നിന്നും ഓരോ മണിക്കൂറിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 11 ഉയർന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതീവ സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. വയനാട് പ്രദേശം ഇന്ന് വരെ കാണാത്ത ഒരു ദുരന്തത്തിനാണ് ഈ നാട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ. പുലർച്ചെ 1 മണിയോടെയാണ് മുണ്ടക്കൈ പ്രദേശത്ത് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. പിന്നീട് ചൂരൽമല സ്കൂളിന് സമീപം പുലർച്ചെ 4 മണിയോടെ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി. ഈ പ്രദേശത്തെ സ്കൂൾ അടക്കം പൂർണ്ണമായും ഒലിച്ചു തകർന്നു പോവുകയായിരുന്നു. നിരവധി കുടുംബങ്ങളാണ് ഈ ഒരു ദുരന്തമുഖത്തേക്ക് എത്തിച്ചേർന്നത്. 400ഓളം കുടുംബങ്ങളാണ് ഇപ്പോൾ ഈ ദുരന്തത്തിൽ അകപ്പെട്ടിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വാർത്ത. അതായത് മൂന്നാമതൊരു ഉരുൾപൊട്ടലും കൂടി ഈ പ്രദേശത്തുണ്ടായി. അതായത് രക്ഷാപ്രവർത്തനത്തിന് NDRF സംഘം എത്തി രക്ഷാപ്രവർത്തനം മുണ്ടക്കൈ പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് ചൂരൽമല പ്രദേശത്ത് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് 3ാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. ആദ്യം 3 പേരായിരുന്നു മരിച്ചതെന്നായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് മണ്ണിലടിയിലടക്കം കുടുങ്ങിക്കിടന്ന നിരവധി മൃതദേഹങ്ങൾ NDRFന്റെ നേതൃത്വത്തിലുള്ള സംഘം പുറത്തെടുക്കുകയായിരുന്നു. ഇവിടെ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരം എന്ന് തന്നെ വേണം പറയാൻ. കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ ചൂരൽമല പ്രദേശത്തെ പാലം പൂർണ്ണമായും ഈ ഒരു ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി. NDRF സംഘത്തിന് മുണ്ടക്കൈ പ്രദേശത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അതിനാൽ ചൂരൽമല പ്രദേശത്തുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഇപ്പോൾ ഒരു 11ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇനി മുണ്ടക്കൈ പ്രദേശത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെയും അതീവ ഗുരുതര അവസ്ഥയാണ്. അവിടെ എത്ര പേർ മണ്ണിനടിയിൽ ഉണ്ട്, എവിടെയൊക്കെയാണ് ആളുകൾ എന്നതടക്കം ഇനിയും പുറത്തു വരേണ്ട വാർത്തയാണ്. നിലവിൽ ചൂരൽമല പ്രദേശത്ത് ഒരു ഭാഗികമായി തകർന്ന വീടിന് മുകളിലാണ് ആളുകളെല്ലാം അഭയം തേടിയിരിക്കുന്നത്. NDRF സംഘത്തിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. യാതൊരു സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല. നിലവിൽ ഈ ചളിയിലൂടെ നടന്നാണ് ഇവിടെയുള്ളവരെ, ആളുകളെ അടക്കം പുറത്തെത്തിക്കുന്നത്. ഹെലികോപ്റ്റർ സഹായം വേണമെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. അതിനാൽ തന്നെ കേരളം ഹെലികോപ്റ്ററിനായുള്ള സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും കവളപ്പാറ, പുത്തുമല പോലെയുള്ള ദുരന്തങ്ങളെല്ലാം അതിലും അപ്പുറമാണ് ഇപ്പോൾ വയനാട്ടിലുണ്ടായിരിക്കുന്ന ഈ ഒരു ദുരന്തം. വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
സാധിക്കുന്നത്. നിരവധി കുടുംബങ്ങൾ ആണ് ഈ ഒരു ഉരുൾപൊട്ടലിന് ഇരയായിരിക്കുന്നത്. നിരവധി വീടുകളും വാഹനങ്ങളും അടക്കം ഒലിച്ചുപോയി. ഇപ്പോൾ കല്ലും മണ്ണും മുറിഞ്ഞു വീണ മരങ്ങളും മാത്രമാണ് ഈ ഒരു പ്രദേശത്ത് ഉള്ളത്. അതിൽ അതീവ സങ്കടകരമായ മറ്റൊരു വാർത്ത എന്തെന്നാൽ ഈ മരിച്ചവരിൽ 3 കുട്ടികളും ഉൾപ്പെടുന്നു എന്നാണ്. ഈ മണ്ണിനുള്ളിൽ നിന്ന് ആദ്യം ഒരു കുട്ടിയായിരുന്നു പുറത്തെടുത്തത്. പിന്നീട് വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇപ്പോൾ മരണസംഖ്യ 3 ഉയർന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരം എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. എന്താണ് ഇനി മറ്റൊരു വഴി എന്നത് ആലോചിക്കേണ്ടതുണ്ട്. എന്തായാലും കേരളത്തിൽ നിന്ന് 3 മന്ത്രിമാർ വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. നിരവധി പേരാണ് പ്രദേശത്ത് കാണാതായിരിക്കുന്നത്. എന്തായാലും മുണ്ടക്കൈ പ്രദേശത്തുള്ള ഒരു റിസോർട്ടിൽ 120ഓളം കുടുംബങ്ങളെ പാർപ്പിച്ചിട്ടുണ്ട് എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും വാഹനങ്ങളടക്കം പൂർണ്ണമായും ഒലിച്ചുപോയി. മൊബൈലിലടക്കം ചാർജില്ലാത്തൊരവസ്ഥയുമുണ്ട്. ഇതിനാൽ ആരൊക്കെ എവിടെയൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നടക്കം നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. ചില ആളുകൾ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ പുറത്ത് കോളുകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം വലിയൊരു രക്ഷാപ്രവർത്തനം തന്നെയാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. കവളപ്പാറയെയും പുത്തുമലയിലുണ്ടായ അപകടങ്ങളെയെല്ലാം അതിനെയെല്ലാം മറികടന്നാണ് ഇത്തരത്തിലൊരു അപകടം വയനാട്ടിലുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ പോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടും ഒരു വലിയ ഉരുൾപൊട്ടൽ ഇന്നലെ രാത്രിയോടെ ഉണ്ടായി. വിലങ്ങാട് മലയോര പ്രദേശം ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണുള്ളത്. മയ്യഴി പുഴയോര നിവാസികൾക്കടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിച്ചിപ്പാറ മഞ്ഞച്ചീളി പ്രദേശത്ത് 2 ഇടത്താണ് ഇന്ന് ഉരുൾപൊട്ടിയത്. പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത്. പല റോഡും തകർന്നിട്ടുണ്ട്. സമീപവാസികൾ ഫോൺ വഴിയാണ് വിവരം അറിയിക്കുന്നതടക്കം ചെയ്യുന്നത്. പന്നിയേരി, വലിയ പാനോളം, ഇരുട്ടി, വാളന്തോട് പ്രദേശങ്ങളടക്കം ഒറ്റപ്പെട്ട അവസ്ഥയാണ്. വലിയൊരു മഴവെള്ളപ്പാച്ചിലും ഈ പ്രദേശത്തുണ്ട്. പുഴയോര വാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ശക്തമായ മഴയിൽ വലിയൊരു ഉരുൾപൊട്ടലാണ് ഉണ്ടായതെന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം. എന്തായാലും ഈ പ്രദേശത്ത്, വിലങ്ങാട് പ്രദേശത്ത് നിലവിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അടിച്ചിപ്പാറ മഞ്ഞക്കുന്ന് ഭാഗത്താണ് ഇന്ന് പുലർച്ചെ 2:30 മണിയോടെ ഉരുൾപൊട്ടിയതെന്നാണ് പറയുന്നത്. എന്തായാലും 2019 ഉരുൾപൊട്ടലിന് സമാനമായ അവസ്ഥയാണ് നിലവിലുള്ളതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടും അതുപോലെ തന്നെ വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശവും ഇന്ന് വലിയൊരു ദുരന്തത്തിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. കേരളത്തിൽ 2019 ഉണ്ടായ പ്രളയത്തിന് ശേഷം ഇന്നേവരെ കാണാത്തൊരു അപകടം, ഒരു ദുരന്ത മുഖത്തിനാണ് ഇന്ന് കേരളം, ഇന്ന് വയനാടടക്കം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. രാജേഷ്, തീർച്ചയായും മേഘ, തീർച്ചയായും ഒരുപക്ഷെ സമാനതകൾ ഇല്ലാത്ത ഒരു ദുരന്ത വാർത്തയാണ് നമ്മളെയൊക്കെ ഇന്ന് ഉണർത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ജീവന് വേണ്ടിയുള്ള ദീനരോധനം എന്താണ് ആ വയനാട് ജില്ലയെക്കുറിച്ച് എങ്ങനെ വിശേഷിപ്പിക്കുവാൻ സാധിക്കും എന്ന് നമുക്ക് തന്നെ അറിയുന്നില്ല. രാവിലെ കേട്ട വാർത്ത ആദ്യ 3 മൃതദേഹം കിട്ടിയതിൽ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മൃതദേഹം കൂടി ഉണ്ടായിരുന്നു. രക്ഷാപ്രവർത്തകർ അത് പുറത്തെടുക്കുന്ന ആ ദൃശ്യത്തോടു കൂടി തന്നെ മാനസികമായി തന്നെ മൊത്തത്തിലൊരു തളർച്ച ബാധിച്ച രീതിയിലേക്ക് സംസ്ഥാനം മാറിയിരിക്കുന്നു. അതിനുശേഷം 19 പേർ മണ്ണിനടിയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടു എന്ന ഏറ്റവും ദുഃഖകരമായ, ഖേദകരമായ വാർത്ത പുറത്തു വരുന്നു. വയനാട് ജില്ലയിലെ മേപ്പാടി പ്രദേശം, വൈത്തിരി താലൂക്ക്, വെള്ളേരിമല വില്ലേജ്, മേപ്പാടി പഞ്ചായത്തിലെ ഈ 2 ഭാഗവും യഥാർത്ഥത്തിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. സൈന്യം രംഗത്തിറങ്ങും. NDRF സ്ഥലത്തെത്തിയിട്ടുണ്ട്. ചൂരൽമലയിൽ നിന്നും ഒരു മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. വീണ്ടും നടന്ന തെരച്ചിലാണ് മണ്ണിനടിയിൽ പുതഞ്ഞ രീതിയിൽ മറ്റ് 18 മൃതദേഹങ്ങൾ കിട്ടിയത്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് തോന്നുന്നത്. കാരണം അക്ഷരാർത്ഥത്തിൽ ഒരു ഉരുൾപൊട്ടലിലെ ഏറ്റവും വലിയ രൗദ്രഭാവവും ഒരു ഭീകരതയും വയനാട് ജില്ലയെ ഗ്രസിച്ചിരിക്കുന്നു. വയനാട് ജില്ല ആകെ നടുങ്ങിയിരിക്കുന്നു. കേരളം വേദനയോടുകൂടി വയനാട്ടിലേക്ക് മനസ്സ് തുറക്കുന്നു. എങ്ങനെ വയനാട്ടിലെത്തിപ്പെട്ട് സഹജീവികളെ മണ്ണിനടി രക്ഷിക്കാൻ സാധിക്കും എന്ന ഒരൊറ്റ ചിന്തയിലായിരിക്കും ഒരുപക്ഷെ ഈ ഇന്ന് കേരളീയരുടെ മുഴുവൻ മനസ്സ്, കേരളത്തിൻ്റെ മനസ്സ്. ഈ മേപ്പാടി, മുണ്ടക്കൈയും ചൂരൽമല ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു. ചൂരൽമല മുണ്ടക്കൈ റോഡ് ഒലിച്ചുപോയി. മേഖലയിൽ 400ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടതായാണ് വിവരം. നിരവധി പേർക്ക് പരിക്കേറ്റുണ്ട്. നിരവധി വാഹനങ്ങളും ഒഴുകിപ്പോയി. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള റോഡ് ഒലിച്ചുപോയതോടെ രക്ഷാപ്രവർത്തനം ഏറ്റവും ദുഷ്കരമായി. അതുതന്നെയാണ് ഒരുപക്ഷെ മരണസംഖ്യ ഉയരാനുള്ള കാരണം. നേരത്തെ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ പല ജീവനുകളും രക്ഷപ്പെടുത്താമായിരുന്നു, ആളുകൾ ജീവിതത്തിൽ തിരികെ എത്തിക്കാമായിരുന്നു. പക്ഷേ അവിടെ നിന്നും യാതൊരു രീതിയിലുള്ള ഒരു രക്ഷാദൗത്യത്തിന് ഒരു സ്കോപ്പില്ലാത്ത രീതിയിൽ, ഒരു ഇടപെടൽ നടത്താൻ പറ്റാത്ത രീതിയിലായിരുന്നു റോഡുകൾ ഒലിച്ചുപോയത്. ഉരുൾപൊട്ടലിൽ നിരവധി പേർ അകപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം.
ഇപ്പോൾ നമുക്ക് ഈ വാർത്ത വായിക്കുന്ന സമയത്ത്, ഈ ന്യൂസ് റീഡ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ വിശേഷങ്ങൾ അറിയുന്ന സമയത്ത് കോഴിക്കോട് ജില്ലയുടെ നഗരത്തിന് മുകളിലൂടെ നിരവധി ഹെലികോപ്റ്ററുകൾ പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് വയനാട് ജില്ലയിലേക്കുള്ള രക്ഷാ ദൗത്യത്തിനുള്ള ഹെലികോപ്റ്ററുകളാകാൻ സാധ്യതയുണ്ട്. കാരണം ഹെലികോപ്റ്റർ ലിഫ്റ്റിംഗ് അല്ലാതെ മറ്റൊരു സാധ്യതയും ആ മേപ്പാടി ഭാഗത്ത്, ചൂരൽമല ഭാഗത്ത് ഇല്ല എന്നതാണ് വസ്തുത, യാഥാർത്ഥ്യം. കാരണം റോഡുകൾ ഒലിച്ചുപോയി. മലവെള്ളപ്പാച്ചിലിൽ മല മൊത്തത്തിൽ ഇടിഞ്ഞു വീണ ആ ആഘാതത്തിൽ റോഡുകൾ പൂർണ്ണമായി ഒലിച്ചുപോയി. ഒരു ജില്ല ഒറ്റപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും ഏതാണ്ട് ശരി. കാരണം ഒരു ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, നമ്മൾ വയനാട് ചുരം കയറി കഴിഞ്ഞാൽ, കൽപ്പറ്റ കഴിഞ്ഞാൽ മേപ്പാടി, ആ മേപ്പാടി ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ദുരിതമുണ്ടായത്. ഇതിനിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി, മലയിടിച്ചിലുണ്ടായി, ഉരുൾപൊട്ടലുണ്ടായത്. അത് ദുരന്തത്തിന് തീവ്രത കൂട്ടി. മൂന്നാമതും അവിടെ മണ്ണിടിഞ്ഞു. മരണസംഖ്യ 19 കഴിഞ്ഞു എന്നാണ് ഏറ്റവും വ്യസനത്തോടെ, വേദനയോടെ പ്രേക്ഷകരെ നമുക്ക് ഈ രാവിലെ അറിയിക്കാനുള്ളത്. നല്ല വാർത്തകൾ മാത്രം നിങ്ങളെ അറിയിക്കുന്ന ഉദ്ദേശത്തോടു കൂടി ഉണർന്നെഴുന്നേൽക്കുന്നു. പക്ഷേ ദുരന്ത വാർത്തയിലേക്ക് മിഴി തുറക്കുന്ന ഏറ്റവും വേദന നിറഞ്ഞ ഒരു കാര്യത്തിലൂടെ ഞങ്ങളുടെ വാർത്താ വിഭാഗവും പോകുന്നു. രാവിലെ ഡയറക്ടർമാർ വിളിച്ചു പറഞ്ഞ കാര്യം, ഏറ്റവും വേദന നിറഞ്ഞ കാര്യം, മറ്റൊരു കാര്യത്തിനും പ്രയോറിറ്റി കൊടുക്കേണ്ടതില്ല. ദുരന്ത വാർത്തകൾ, വിശേഷങ്ങൾ ആളുകളെ എത്തിക്കുക. ദുരന്തത്തിന് തീവ്രത, ഏതെങ്കിലും വാർത്ത കാണുന്ന ആളുകൾ, അറിഞ്ഞ ആളുകൾ രക്ഷാപ്രവർത്തനത്തിൽ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ ജീവനുകൾ മണ്ണിനിടയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. രക്ഷപ്പെടുത്താൻ സാധിച്ചാൽ അതുതന്നെയായിരിക്കും ഇന്ന് സംസ്ഥാനം കാണുന്ന ഒരു നന്മ നിറഞ്ഞ കാഴ്ച. കാരണം ദുരന്തഭൂമിയിൽ ഇടപെട്ടുള്ളൊരു ശീലം നമുക്കൊക്കെയുണ്ട്, മലയാളികൾക്ക് പ്രത്യേകിച്ചുണ്ട്. ആ ഒരു കാഴ്ചക്ക് കൂടി നിരവധി ജീപ്പുകൾ, വാഹനങ്ങളിൽ ആളുകൾ വയനാട് ജില്ലയെ ലക്ഷ്യമാക്കി പോകുന്ന ഒരു കാഴ്ച കൂടി രാവിലെ വരുന്ന സമയത്ത്. എങ്ങോട്ട് പോകുന്നു? മേപ്പാടിയിൽ ഉരുൾപൊട്ടി, അങ്ങോട്ട് പോകുന്നു. ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം 19 കഴിഞ്ഞിരിക്കുന്നു. മേപ്പാടിയിലെ ദുരന്തമുഖത്തുനിന്നുള്ള മരണസംഖ്യ എന്ന കാര്യം കൂടി അറിയിക്കുന്നു. ഇതിനിടെ കോഴിക്കോട് ജില്ലയിൽ 4 ഉരുൾപൊട്ടലുണ്ടായി. മഞ്ഞച്ചിളി, മാടഞ്ചേരി, പാനോം ഭാഗങ്ങളിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. മഞ്ഞച്ചിളിയിൽ ഒട്ടേറെ വീടുകളും കടകളും തകർന്ന ഒരാളെ കാണാതായി. വിലങ്ങാട് ടൗണിൽ വെള്ളം കയറി, പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. ഫയർഫോഴ്സ് NDRF ടീം സ്ഥലത്തെത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി ഹെലികോപ്റ്റർ സഹായം കേരളം തേടിയിട്ടുണ്ട്. സുലൂരിൽ നിന്നുള്ള ഹെലികോപ്റ്റർ വയനാട്ടിലേക്ക് എത്തും. കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലയിൽ മഴ കനത്തു പെയ്യുകയാണ്. വിവരങ്ങൾ അഭിരാമി നൽകും. അഭിരാമി, എന്താണ് കോഴിക്കോട് ജില്ലയുടെ ഒരവസ്ഥ? കാരണം വയനാട്ടിലെ ദുരന്ത ചിത്രം നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാൻ സാധിച്ചു. ഒരുപക്ഷെ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു. മരണസംഖ്യ ഉയർന്നു എന്ന ഏറ്റവും ആദ്യം നിറഞ്ഞ, വേദന നിറഞ്ഞ കാര്യം പുറത്തു വരുന്നു. കോഴിക്കോട് ജില്ലയിൽ 4 ഉരുൾപൊട്ടി എന്ന വാർത്ത കൂടി ഇതിനൊപ്പം വരുന്നു. ഒപ്പം കക്കയം ഡാം തുറന്നു വിട്ടു. പൂനൂർ പുഴയിലടക്കം വെള്ളം കയറി. കുറ്റ്യാടിപ്പുഴയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആ ഭാഗത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണം. കാരണം ഇപ്പോൾ ജാഗ്രത പാലിക്കുക എന്നത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ഏക പോംവഴി. ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെടാതെ, ദുരന്തത്തിൻ്റെ വാർത്തകൾ ഇനിയും ആവർത്തിക്കാതെ നമുക്ക് ഈ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി, ജാഗ്രതയോടുകൂടി മുന്നോട്ട് നീക്കേണ്ടതുണ്ട്. ഇനിയൊരു ദുരന്ത വാർത്ത താങ്ങാനുള്ള ശേഷി ഒരുപക്ഷെ കേരള ജനതയ്ക്ക് ഈ മഴക്കാലത്ത് ഉണ്ടാവില്ല. കാരണം സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തത്തിന് വയനാട് ജില്ല സാക്ഷ്യം വഹിക്കുന്നു. ഒരു വേദന പങ്കുവെക്കുക എന്നൊരു ദൗത്യം ഏറ്റെടുക്കുന്നതിൻ്റെ മനോവേദന കൂടി നിങ്ങളോട് പങ്കുവെക്കുന്നു.